നോക്കിക്കാണാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ ജില്ലയെ ഉയർത്താൻ മനസ്സ് കാണിക്കുന്ന സേവനതൽപരനായ സാറിനെ ഔപചാരികതയുടെ പേരിൽ മാത്രം നമുക്ക് ഒപ്പമുള്ള ഒരു സാർ തന്നെയാണ്. സാറിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേണ്ടിയിട്ട് ഔദ്യോഗികപരമായ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എല്ലാ ഇടപെടലുകളും നടത്തുന്ന നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീ കാടാമൂട് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അടുത്ത ടീച്ചർ ഉപജില്ലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവാർന്ന പ്രവർത്തനത്തിലൂടെ ടീച്ചർ നമുക്കൊപ്പം നമ്മുടെ എല്ലാ സ്കൂളിനൊപ്പം നിൽക്കുന്ന ടീച്ചറാണ്. ടീച്ചറിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ NMOയാണ്. സാറിന്റെ അടുത്ത് എപ്പോഴും ഞാൻ ചോദിക്കും, വൈദ്യ സാറിന്റെ അടുത്ത് ഇത്രയും ടീച്ചേഴ്സ് വന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. സാറിന്റെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എന്ത് പറഞ്ഞാലും സാറിന് പോസിറ്റീവായിട്ടാണ് പറയുന്നത്, ഒരിക്കലും നെഗറ്റീവായിട്ട് പറയത്തില്ല. അത് തന്നെയാണ് സാറിന്റെ ഏറ്റവും നല്ല ഗുണം. ആരും പറ്റിയും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ സാറ് ടീച്ചറെ ആ ടീച്ചർ നല്ലതുപോലെ ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ സേവനം ആ സ്കൂളിൽ മെച്ചപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ മാസം വയനാട്ടിലുണ്ടായ ദുരന്തം നിശ്ചയമായും ലോകത്താകെയുള്ള എല്ലാവരെയും പ്രതിരാഴ്ചയിലാണ്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ പ്രതിരാഴ്ചയിലാണ്. നമ്മുടെ സർക്കാർ ഔദ്യോഗികമായി ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓണം എന്നുള്ളത് ആഘോഷിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലെ എല്ലാ അച്ഛന്മാരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി, അതോടൊപ്പം ഒരു കുട്ടി കർഷകനെ ആചരിക്കുന്നില്ലേ, ഈ ജില്ലയിൽ ഉൾപ്പെടുന്ന അവർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കുട്ടി കർഷകരെയും ഇതിൻ്റെ ഭാഗമായി ആദരിക്കുകയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയടക്കം എല്ലാ മേഖലയിലും കാർഷിക വൃത്തിയുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. എൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് നിശ്ചയമായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജീവന മേഖല കാർഷിക മേഖലയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി എത്രയും പെട്ടെന്ന് നഗരവൽക്കരിക്കപ്പെടുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കുവാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അധ്യാപക സംഘടനയും NGO സംഘടനയും അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസർമാർക്കൊക്കെ സംഘടനയുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ ഹെഡ് മാസ്റ്റർമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അന്നേരമാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നിവിടെ ഇതിന് അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ സ്കൂളിലെ അധ്യാപന വൃത്തി മാത്രം മുങ്ങിയെന്നൊരു കാലഘട്ടം ഉണ്ടായ വിദ്യാഭ്യാസ മേഖല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റ് വിവിധ മേഖലകളിൽ കൂടി കുട്ടികളെ കൊണ്ടെത്തിക്കുക എന്ന ഒരു കർത്തവ്യം കൂടി ഈ അധ്യാപകർ ഏറ്റെടുത്തു. ഒരുപക്ഷെ ഇന്ന് അന്യം നിന്നുപോയ നമ്മുടെ പഴയൊരു സംസ്കാരം ഇത് തന്നെയാണ് കൃഷി. ആ കൃഷിയിലേക്ക് പുതിയൊരു തലമുറയെ വീണ്ടും നിങ്ങൾ രംഗത്ത് കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ എല്ലാ വിദ്യാഭ്യാസവും ഒരാൾ ആർജിക്കേണ്ട സ്വഭാവ രൂപീകരണം അടക്കം നേടിയെടുക്കുന്നത് കലാലയത്തിലാണ്, വിദ്യാലയത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം അത്തരം ഒരു പ്രവൃത്തി കൂടി മുൻകൈ എടുത്തത് അതേ സന്തോഷമുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ഓണാഘോഷം
ഓണാഘോഷ പരിപാടികളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ. എന്നാൽ അത് ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത് ആവിഷ്കരിച്ച് ഒരുപക്ഷെ കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി മലയാളി സമൂഹം ലോകത്ത് എവിടെയുണ്ടെങ്കിലും ആഘോഷിക്കുന്ന ഓണം ഒരുപക്ഷെ നിങ്ങൾ ഒരുപടി മുന്നിൽ കൂടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള മുതിർന്നതിലധികം സന്തോഷമുണ്ട്. തലമുറയാണ്, നാളത്തെ വളർന്നു വേണ്ട തലമുറയാണ് അവരെ നമ്മുടെ സമൂഹത്തിന് നല്ല കുട്ടികളായി വളർത്താൻ ആവശ്യമായ പ്രക്രിയകളാണ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്നെ ക്ഷണിച്ച സംഘാടകരുടെ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കുറച്ച് പേര് സെറ്റ് സാരിയായിട്ടൊക്കെ മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഓണാഘോഷം കൂടെ ആണോ എന്ന് ഞാൻ താഴെ ചോദിച്ചു. ഇവിടെ വന്നപ്പോൾ അത് ഓണാഘോഷം കൂടെ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ഓണാശംസകൾ നേർന്നിട്ട് കുട്ടികളുടെ അടുക്കലേക്ക് പോകാം. അപ്പം നമ്മളെ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഐശ്വര്യമുള്ള കുറേ പ്രഥമാധ്യാപകരെ ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഞാൻ കൊട്ടാരക്കര ജില്ലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജില്ലയിലെ മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ സബ് ജില്ലാ തലത്തിലുള്ള പ്രഥമാധ്യാപകരെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. സന്തോഷമുണ്ട്. അപ്പം ഊർജ്ജസന്ധായകമായ വെയിൽ വെളിച്ചം പോലെ പ്രശോഭിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറയാറുണ്ട്, ഓണം എന്ന് പറയുന്നത് വലുതിൽ നിന്നും ചെറുതിലേക്കുള്ള ഒരു പ്രയാണമാണെന്ന് പറയും. വലിമയിൽ നിന്നും എളിമയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പം ബ്രഹ്മം കുടികൊള്ളുന്ന താമര എന്ന് പറയും. ആ ബ്രഹ്മം കുടികൊള്ളുന്ന താമരയ്ക്കൊന്നും ഓണത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം നമ്മൾ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി ദശപുഷ്പങ്ങൾ തേടുന്ന ഒരു സമയമാണ്. ദശപുഷ്പം അറിയാമല്ലോ, താമരയും ദശപുഷ്പവും തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പം വലുതിൽ നിന്നും ചെറുതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമ്മളെ 6 കുട്ടികളാണ് നമ്മളുടെ കുട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് വിദ്യാലയത്തിലൂടെ സമൂഹത്തിലേക്ക്. അപ്പം അതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് നമ്മളുടെ 6 കുട്ടികൾ അല്ലേ. അപ്പം പ്രകൃതിയും മനുഷ്യനും ദൈവചൈതന്യവും ഒന്ന് ചേരുന്നെടുത്ത് ജീവിതം സന്തോഷപൂർണ്ണമായിരിക്കും എന്ന് പറയും. അപ്പം അതിൻ്റെ മാതൃക നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഈ കുട്ടികളിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്കും അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിലേക്കും ആ കാർഷിക സംസ്കാരം വ്യാപിക്കാൻ അത് സഹായകരമായിട്ടുണ്ട്. അപ്പം നമ്മളുടെ വയനാട് ഉൾപ്പെടെയുള്ള നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമുക്കൊരു പാഠമാണ് അല്ലേ. അപ്പം പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യൻ അവഗണിക്കുകയും പ്രകൃതിക്ക് പ്രതിരോധം തീർക്കുവാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ പഠിക്കുന്ന ക്ലാസ് 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് അനുഗ്രഹം എന്നാണ്. ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ചൊരയ്ക്ക, കുമ്പളങ്ങ, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, മധുരക്കിഴങ്ങ്, മുളക്, വാഴ. ഞാൻ കോവിഡ് കൃഷി തുടങ്ങിയത്. ആദ്യമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ എത്തിച്ചേർന്ന 6 കുട്ടി കർഷകർക്കും ഇനിയും ഇതുപോലെ നല്ല തരം കൃഷി വീടുകളിൽ വെച്ചുപിടിപ്പിക്കുന്നതിനും അതിന് പരിപാലിക്കുന്നതിനും എല്ലാ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ ഒരു പ്രവണത തുടർന്നും ഉണ്ടാകണം. പഠിത്തത്തോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. കൃഷി ഒരു സംസ്കാരമായിട്ട് കൊണ്ടുപോകുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ തന്നെ തുടർന്നും ആകണം എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ സ്കൂളിലെ 2ാമത്തെ ചടങ്ങാണ് നടക്കുന്നത്. താഴെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അടുത്തത് 2ാമത്തത് ഇവിടെ. ഇന്നത്തെ ഈ ചടങ്ങ് പ്രധാനമായിട്ടും കുട്ടി കർഷകരെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കർഷകന്മാരാണ് കൂടുതൽ. 2 കർഷകരെ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതിന് അധ്യാപക സമൂഹം മുതിർന്നു വരുന്നതും ഏറ്റവും ആദർശപരമായ കാര്യമാണ്, അംഗീകാരം കിട്ടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരം പാതയിൽ നമുക്ക് കൂടുതൽ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കുട്ടി കർഷകരെ ആദരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി. വളരെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത
നന്ദിയും അറിയിക്കുകയാണ്. ഓണമാണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ പഴയ കാലത്തെ ഓണവും പുതിയ ഓണവും ഓണപ്പാട്ടുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ആദ്യം വരുന്ന പാട്ട് മാവേലി നാടുവാണിയിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആ വരികൾ ഒന്നുകൂടെ നിങ്ങൾ ഓർക്കുക. മാവേലി നാടുവാണിയിടുങ്കാലം. ബാക്കിയല്ല. ഇതിൻ്റെ ടെൻസ് എന്താണെന്ന് പറയാമോ? ഇതിൻ്റെ കാലം ഏത് കാലങ്ങൾ ആണ്? പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ? നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഇത് പാസ്റ്റിലും പറയും, പ്രസന്റിലും പറയും, ഫ്യൂച്ചറിലും പറയും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നമ്മൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നും. സത്യമായ HMS എന്ന് പറയുന്നതായാലും അതായാലും എല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. വളരെ സ്നേഹത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി മാത്രമേ ഞാൻ അങ്ങനെ പറ്റൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്ത് തന്നെയാണ്. അപ്പൊ ഏതൊരു സബ്ജക്റ്റ് അത് എവിടെയാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ എനിക്ക് സ്നേഹം തന്നിട്ടുള്ളത് HMS തന്നെയാണ്. 24 വർഷം കഴിഞ്ഞിട്ട് വിദ്യായി ചവറയിലേക്ക് പോയെങ്കിൽ പോലും തിരിച്ചു വന്നപ്പോഴാണ് ആ ഗൃഹാതുരത്തിൽ എന്നെ അങ്ങനെ എന്താ പറയാ ആഹ്ലാദിപ്പിക്കുന്നത്. ശരിക്കും സന്തോഷം തന്നെയുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് നിരവധി കാര്യങ്ങൾ പലയിടങ്ങളിൽ നോക്കിയാൽ വയനാടാവട്ടെ പലയിടങ്ങളിലും പല ദുരിതങ്ങളും കാണാൻ കഴിയുമെങ്കിൽ പോലും ദുരിതങ്ങൾക്കൊപ്പം പോവുക എന്നുള്ളതല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് ദുരിതങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ആ വെല്ലുവിളികളെ മാറ്റിവെച്ചുകൊണ്ട് ആ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും, അത് നിറഞ്ഞ ചിരിയോടെ പുഞ്ചിരിയോടെ അങ്ങനെ പറ്റൂ അല്ലെ. വിഷമത്തിനോടൊപ്പം പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ ഭാവമല്ല. കാലം അങ്ങനെയാണ്. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ട് എത്ര വലിയ വിഷമമാണെങ്കിലും അത് ഓരോ ദിവസം കഴിയുന്നതും അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അവിടെയാണ് നമ്മുടെ മനുഷ്യത്വം തെളിയിക്കേണ്ടത്. സന്തോഷം തോന്നില്ലേ? അവർക്കൊരു ബിഗ് ക്ലാസ് കൊടുത്തൂടെ? കാരണം നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിന്റെ അയക്കത്തില്ലേ? നമുക്ക് കേരളത്തിലെ നമ്മുടെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയ ഉപജില്ല കൊട്ടാരക്കരയാണ്. ആദ്യമായിട്ട് സ്കൂളിൽ സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയ നമ്മുടെ കൊട്ടാരക്കര ഉപജില്ലയാണ്. നമ്മളെ മാതൃകയാക്കിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൊല്ലം ജില്ല മുഴുവൻ സ്കൂളുകളിലും അങ്ങനെ ഒരു അടുക്കള പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത്. അവിടെ തീർന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തും വ്യാപകമായിട്ട് ഉച്ചഭക്ഷണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആരാണ്? നിങ്ങളല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ പ്രഥമാധ്യാപകർ. നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തന്റെ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ? നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടികളെയും അവനവന്റെ കുഞ്ഞുങ്ങളെക്കാൾ ഏറ്റവും സ്നേഹത്തോടുകൂടിയും കരുതലോടും കൂടി സംരക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന്റെ എല്ലാം നെടുത്തൂണായിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ പറയുന്നതേ ഉള്ളൂ, പക്ഷെ പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരുമാണ്. നമുക്ക് മറ്റുള്ള മേഖലകളിലും പഠന പ്രവർത്തനങ്ങളിലും നമുക്ക് മികവ് പുലർത്തി നമുക്ക് നമ്മുടെ കൊട്ടാരക്കരയെ ഏറ്റവും ഉന്നതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമുക്ക് അങ്ങനെ കഴിയും. എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം. എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ 5 പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും മികവാർന്ന കുട്ടി കർഷകരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോ സ്കൂളുകളിലും നമ്മൾ അടുക്കള പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളിൽ കാർഷിക സംസ്കാരം കൂടി വളർത്തിയെടുക്കുന്നതിനും അതിന്റെ മേന്മകൾ അവർക്ക് ബോധ്യപ്പെടുന്നതിനും വേണ്ടിയിട്ട് ഓരോ വീടുകളിലും കുഞ്ഞെങ്കിലും മനോഹരമായ അടുക്കള പച്ചക്കറിത്തോട്ടം തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള കുട്ടികളെ ഏറ്റവും മികവാർന്ന ഓരോ പഞ്ചായത്തിലെയും ഏറ്റവും മികവാർന്ന കുട്ടി കർഷകരെ നമ്മൾ കണ്ടെത്തി ആദരിക്കുകയും ചെയ്യുകയാണ്. കാരണം അവർ ചെറുതല്ല. കാണുമ്പോൾ അവർ ചെറുതായിരിക്കാം, പക്ഷേ 1ാം ക്ലാസ്സിൽ ഒരു മിടുക്കലോട് ഇരിപ്പുണ്ട്. അവരുടെ കൃഷി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. അച്ഛൻ പറഞ്ഞു തരണം. നമ്മുടെ ഏറ്റവും നമ്മളിവിടെ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. നമ്മുടെ 6 കുട്ടികളെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ, ലക്ഷ്മി. അതുപോലെ മറ്റ് കുട്ടികൾ എല്ലാവരും നമ്മുടെ ഓണം ആഘോഷിക്കുന്ന പരിപാടി വന്നുവെങ്കിലും മികച്ച കുറ്റി കർഷകർ കണ്ടെത്തുക എന്നുള്ള ഒരു പരിപാടിയിലേക്ക് ആ പ്രാധാന്യം എത്തിയത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി.
കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം അവരുടെ വീട്ടിൽ ചെന്ന് നോക്കണം. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നമുക്കതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് അവിടെ സ്കൂളിലോ വീട്ടിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ അവരുടെ ആ കഴിവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം അവരെ അംഗീകരിക്കാൻ കഴിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓരോ പഞ്ചായത്തിലെ ഓരോ കുട്ടികളെയാണ് അവിടെ സെലക്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ അവർക്കെല്ലാം എൻ്റെ അതിനുള്ള എല്ലാ ആശംസകളും എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു.